ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ നമ്മളെ ബോർഡിലെ കമ്പോണൻസുകൾ നമുക്കൊന്ന് ഡീസോൾവിങ് ചെയ്ത് നോക്കാം. അതിനായി നമുക്ക് നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റായിട്ടുള്ള നമ്മുടെ ഡീസോൾവിങ് പമ്പും അതുപോലെ തന്നെ നമ്മുടെ ഡീസോൾവിങ് സ്റ്റേഷൻ വെച്ചാണ്. നമ്മുടെ ഡീസോൾവിങ് സ്റ്റേഷനിൽ 300 ഡിഗ്രിയാണ് നമ്മുടെ ഡിഗ്രി സെൽഷ്യസ് കൊടുക്കേണ്ടത്. അപ്പം നമുക്ക് കമ്പോണൻസ് ഒന്ന് നമുക്ക് ഡീസോൾവ് ചെയ്ത് നോക്കാം. ആദ്യം നമുക്ക് നമ്മുടെ ഹാൻഡ് പമ്പ് കൊണ്ട് നമുക്കൊന്ന് ഡീസോൾവിങ് ചെയ്ത് നോക്കാം. അങ്ങനെ നല്ല നീറ്റായിട്ട് തന്നെ നമ്മൾ ഡീസോൾവിങ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നു. നമുക്ക് അടുത്ത ലിക്കൂടെ തന്നെ ഡീസോൾവ് ചെയ്യാം. ഇങ്ങനെ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് നമ്മുടെ കമ്പോണൻസുകൾ അഴിച്ചെടുക്കാൻ പറ്റും. നമുക്ക് നമ്മുടെ പ്രിൻറ്റുകൾക്കൊന്നും ഡാമേജ് ഒന്നും ഉണ്ടാകാതെ നമ്മുടെ നീറ്റായിട്ട് തന്നെ അഴിച്ചെടുക്കാൻ പറ്റും. അതുപോലെ നമ്മുടെ പമ്പിൻ്റെ എൻഡ് ഭാഗം ഡാമേജ് ആകത്തില്ല. ഇത് സിലിക്കോൺ ആയതുകൊണ്ട് നമ്മുടെ സോൾഡറിങ് ചെയ്യാൻ കൊണ്ടാൽ ഉരുവത്തില്ല. അതാണ് നമ്മുടെ ഈ പമ്പിൻ്റെ ഒരു ഗുണം. അപ്പം നമുക്ക് നെക്സ്റ്റ് നമ്മുടെ സോൾഡറിങ് സ്റ്റേഷനും കൊണ്ടൊന്ന് കമ്പോണൻസുകൾ റിമൂവ് ചെയ്ത് നോക്കാം. നമ്മുടെ സോൾഡറിങ്ങിൻ്റെ ഗണ്ണ് ഇതുകൊണ്ടൊക്കെയുള്ള കൂടുതലുള്ള പിന്നുകളും കമ്പോണൻസുകളും ഉണ്ടെങ്കിൽ നമുക്ക് സോൾഡറിങ് ഗണ്ണുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് അഴിച്ചെടുക്കാൻ പറ്റും. അപ്പം നമുക്കൊന്ന് ഡീസോൾവിങ് ചെയ്ത് നോക്കാം. നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാകുന്ന പറയുന്നത് ഒന്ന് ഒഴിച്ചു കൊടുക്കണം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ കുതിര വെച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് നീറ്റായിട്ട് നമുക്ക് ഡീസോൾവിങ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ബാക്കിയുള്ള മോൺസ്റ്റർ ആരോടുകൂടി നമുക്കൊന്ന് റിമൂവ് ചെയ്ത് നോക്കാം. ഇതുപോലെ വളരെ ഈസിയായിട്ട് നമുക്ക് കമ്പോണൻസുകൾ അഴിച്ചെടുക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മുടെ ജോലികൾ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാനും പറ്റും. ഓക്കെ, അങ്ങനെ വളരെ നീറ്റായിട്ട് തന്നെ നമ്മുടെ കമ്പോണൻസുകൾ നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് പറ്റും. ഇതിൽ നമ്മുടെ പ്രിൻറ്റുകളൊക്കെ ഡാമേജ് ഇല്ലാതെ പൊട്ടിപ്പോകാതെ നമുക്ക് ഇതുകൊണ്ട് നല്ല രീതിയിൽ നമുക്ക് ഡീസോൾവിങ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണാം. Thanks for watching.